വാട്ടർ ഫിൽറ്റർ. പക്ഷെ ഇവിടെ വാട്ടർ ഫിൽറ്ററിന്റെ ഏറ്റവും വലിയ കാര്യം ഇവിടുത്തെ വെള്ളം നേരിട്ട് കുടിക്കാവുന്ന കാര്യമാണ്. അതിവിടെ പരിശോധിച്ചപ്പോൾ നേരിട്ട് ഇവിടെ കോർപ്പറേഷൻ വാട്ടർ, കാരണം ഇവിടെ ഗ്രാമമായതുകൊണ്ട് ഒട്ടും മലിനസമായിട്ടില്ല, മാലിന്യമില്ല, അതുകൊണ്ട് നേരിട്ട് കുടിക്കാവുന്ന വെള്ളമാണെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റേ ഇപ്പോൾ ഫിൽറ്റർ ആകുമ്പോൾ ഒന്നുകൂടി നല്ലതാവും, അത്രമാത്രം. ഫിൽറ്റർ ഇല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർ മുഴുവൻ ഫിൽറ്റർ ഇല്ലാതെ തന്നെയാണ് കുടിക്കുന്നത്. ഇത് വേറൊരു കബോർഡിന്റെ പാത്രങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടൊരു കബോർഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ഇന്ന് പറയുന്നത് നമ്മുടെ ബ്രഹ്മകൊഗ്നിഷൻ സ്വാമിയെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ബ്രഹ്മബൂമർ എന്ന പേരിലാണ് ഈ സ്വാമി അറിയപ്പെടുന്നത്. കഴിവതും നേരം വെളുത്താൽ 4 or 5 വീഡിയോ ചെയ്യുന്നുണ്ട്. വേണ്ടത്ര റീച്ചൊന്നുമില്ലെങ്കിലും വർഗീയത തുപ്പിക്കൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കെതിരെ. ഞാൻ ഇതുവരെയും എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അനുകൂലമായി പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഞാൻ അതിന് കാരണം പറയുന്നത് എന്താണ്, ഈ പമ്പര വിഡ്ഢി എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ മുസ്ലിങ്ങൾക്ക് അനുകൂലമായി നിലപാടെടുത്ത് പറഞ്ഞത് എൻ്റെ വയറ്റിപ്പിഴപ്പിന് വേണ്ടി തന്നെ, അതാണ് സത്യം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ വെച്ച നിങ്ങളിതൊന്ന് സുഖിപ്പിച്ച് മുസ്ലിങ്ങളുടേത് സ്വന്തമാക്കി അവർ ധാരാളം ചാരിറ്റി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ്റെ വിഷമം കേട്ടാൽ തീർച്ചയായിട്ടും അവർക്ക് അഥവാ ഉള്ളറിഞ്ഞ് സഹായിക്കുന്ന ഒരേ ഒരു വിഭാഗം മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷം തുപ്പുന്നതിന് മുമ്പ് ഈ സ്വാമി അഥവാ തികച്ചും ഫാസിസ്റ്റുകളെ വിമർശിച്ചു വന്നിരുന്നു, ഹിന്ദുക്കളെ അല്ല. ഒരൊറ്റ മുസ്ലിമിനും ഇവിടുത്തെ ഹിന്ദുവിനെ വിമർശിക്കണമെന്ന് ഒരാഗ്രഹവുമില്ല. കാരണം പരസ്പര സാഹോദര്യത്തോടും സ്നേഹത്തോടും കൂടെയാണ് ഓരോ ഹിന്ദുവും മുസ്ലിമും അയൽവാസിയായിട്ട് കഴിഞ്ഞുകൂടുന്നത്. അവിടെ പരമ്പരാഗത ഗുണമാണത്, ആ മതത്തിൻ്റെയും ഗുണമാണത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ കുറ്റപ്പെടുത്തിയിട്ട് സന്തോഷിക്കുന്നവരല്ല മുസ്ലിങ്ങളെന്ന് ഈ പറയുന്ന വിഷസ്വാമി നിങ്ങൾ അറിയൂ. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമേ ഇല്ല. അയൽവാസി ഹിന്ദു ആയതുകൊണ്ട് ഞങ്ങൾ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. അയൽവാസി ക്രിസ്ത്യാനി ആയതുകൊണ്ട് ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. മറിച്ച് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ അയൽവാസിയോടുള്ള കടമകൾ നിർവഹിക്കപ്പെടണം എന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും പ്രയാസങ്ങൾ ആരെങ്കിലും വന്ന്, അപ്പോൾ ഈ സ്വാമി ആദ്യകാലത്ത് ഈ സ്വാമി ഏതെയോ റെയിൽവേ സ്റ്റേഷനുകളിലും അഥവാ ബസ് സ്റ്റാൻഡുകളിലും ബസ്സിലുമൊക്കെ
ഫിനോയിൽ മാത്രം വിറ്റ് ജീവിച്ച് നടന്നിരുന്ന ഈ സ്വാമിക്ക് ഇപ്പോൾ മാത്രം എന്താ മുസ്ലിങ്ങളോട് ഇത്ര വെറുപ്പ് വന്ന്? മോദിയാണത്ര ഏറ്റവും വലിയ തേജസ്വിയായിട്ടുള്ള വ്യക്തിത്വം എന്നൊക്കെ ഇയാൾ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഇത്രയേറെ ഇയാൾക്ക് വെറുക്കാനുണ്ടായ കാരണം എന്താണ്? അയാളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു, അതാണ്. ഇനി അയാൾക്ക് മുസ്ലിങ്ങളെ ആവശ്യമില്ല. ഇയാൾ വിദേശത്ത് പോയിരുന്നു. അയാളുടെ മരണം വരെ തപസ്സിരുന്നാൽ അയാൾക്ക് അയാളുടെ സമുദായത്തിൽ നിന്ന് ഒരാൾ അയാളെ വിദേശത്ത് കൊണ്ടുപോകുമായിരുന്നോ? പക്ഷേ അത് ഈ മുസ്ലിങ്ങളുടെ വിശാലത കൊണ്ടാണ്. അയാൾ വിദേശത്ത് ചെന്നു. മുസ്ലിങ്ങൾ അയാളെ വളരെ അതിഥി എന്ന നിലയ്ക്ക് അയാളെ താമസിപ്പിച്ചു. മാത്രമല്ല ആളുകൾ പരസ്പരം സഹായിച്ചു. MA യൂസഫ് അലി സാഹിബിൻ്റെ അടുക്കൽ ഇയാളെ പരിചയപ്പെടുത്തി. വില കൂടിയ മൊബൈലും വില കൂടിയ മറ്റു വസ്തുക്കളുമൊക്കെ അയാൾക്ക് അവിടെ നിന്ന് സാധനമായി കൊടുത്തു. പിന്നീട് അയാൾ ഒരു വലിയ കുടിലിന് പകരം ഒരു കൊട്ടാരം തന്നെ പണിതു. എന്നിട്ട് ആ കൊട്ടാരത്തിലേക്ക് ആവശ്യമായ AC മുതൽ അഥവാ ഫിൽറ്റർ ആവശ്യമില്ലാഞ്ഞിട്ട് പോലും അവിടെ വമ്പൻ വില കൊടുത്ത ഫിൽറ്ററുകൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മുസ്ലിം സഹോദരങ്ങൾ ഇയാൾക്ക് എത്തിച്ചു കൊടുത്തു. നോക്കൂ, അതൊന്നും ഹിന്ദുക്കളെ അയാൾ കുറ്റം പറഞ്ഞു എന്നതിൻ്റെ പേരിലല്ല. മുസ്ലിങ്ങളിലുള്ള ന്യായത്തെയും സത്യത്തെയും നീതിബോധത്തെയും അയാൾ പറയുന്നു എന്ന ഒറ്റ കാരണത്താലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കാര്യങ്ങളൊക്കെ അയാൾക്ക് വട്ടായി മാറിയിട്ടുണ്ട്. അയാളുടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ പരിഹരിച്ചു. അയാളുടെ സങ്കല്പത്തിന് ഉപരിയായിട്ട് അയാൾക്ക് സ്വർഗലോകം എന്ന് പറയുന്ന കുടിലേ ചോദിച്ചു. അയാൾക്ക് കൊട്ടാരം കിട്ടി. ആ കൊട്ടാരത്തിൽ ആധുനിക സൗകര്യങ്ങളോടെയുള്ള സാധനങ്ങൾ കിട്ടി, ഫെസിലിറ്റി കിട്ടി. കേവലം ഒരു 40-50 ലക്ഷം ഉറുപ്പികയോളം വില വരുമാറ് ഒരു കൊട്ടാരം തന്നെയാണ്. മുസ്ലിങ്ങളുടെ പൈസ കൊണ്ടാണ് അവരത് പണിത് കൊടുത്തത്. മാത്രമല്ല അയാളുടെ കയ്യിലുള്ള നല്ല മൊബൈൽ അയാൾക്ക് കിട്ടിയത് മുസ്ലിങ്ങൾ കൊടുത്തതാണ്. മുസ്ലിങ്ങൾ കൊടുത്തതല്ലാത്ത ഒന്നും തന്നെ അയാളുടെ വീട്ടിലോ അയാളുടെ ഒന്നുമില്ല എന്ന് അയാൾ തന്നെ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാ എല്ലാ കാര്യങ്ങളും അയാൾക്ക് നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇത് തന്നെയാണ് ബിനോജ് നായർ എന്ന് പറയുന്ന സംഘിയുടെയും അവസ്ഥ. എന്തെങ്കിലും തിന്മയുടെ അടയാളങ്ങൾ ഇവരിൽ രൂപപ്പെടുമ്പോഴാണ് ഇവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന മുസ്ലിം വിരുദ്ധ തീരുമാനങ്ങളുമായി വാക്കുകളുമായി ഇവർ രംഗത്ത് വരുന്നത്. ഇനി സംഘികളെ സുഖിപ്പിക്കുന്നതാണ് തങ്ങൾക്ക് ഏറ്റവും ഗുണകരം ഇക്കാലത്ത് എന്ന് ഈ ബിനോജ് നായർക്കും ഈ പറയുന്ന ബൂമർ എന്ന ഈ കള്ളസ്വാമിക്കും ബോധ്യമായതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ എന്താ പറയുക എതിരായിട്ട് സംസാരിക്കുകയും ഈ ഇസ്ലാമുകളെ മുസ്ലിമീങ്ങളെ മുഴുവൻ നോക്കണം അന്യായമായി പശലാക്കുകയും മാത്രമല്ല ഈ എന്തൊക്കെയാണ് അയാൾ പറഞ്ഞു കൊടുക്കുന്നത് എനിക്ക് പറയാനുള്ള വാക്കുകളില്ല. അത്രമാത്രം മനുഷ്യത്വ വിരുദ്ധമായ വാക്കുകളാണ് കൊണ്ടാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് ഇയാൾ ഇതൊക്കെ ചെയ്യുന്നത്? ഇയാളൊരു കാഷായ വസ്ത്രം എന്ന് പറയുന്ന പവിത്ര വേഷമിട്ട് അല്ലേ? ഓരോ മതത്തിലും ഓരോരുത്തർക്ക് അവരുടേതായ വേഷമുണ്ട്, ഓരോരുത്തരുടേതായ വിശ്വാസമുണ്ട്. അപ്പോൾ ഈ കാഷായ വസ്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണം ഒരു ഉസ്താദ് വെള്ളത്തൊപ്പിയും തലയക്കെട്ടും തുണിയുമൊക്കെ എടുത്തിട്ട് വൃത്തികേട് പറയുമ്പോൾ ഇന്നതുണ്ട്. ആലോചിച്ച് നോക്കൂ, തീർച്ചയായിട്ടും ആ വസ്ത്രത്തോട് പോലും അന്യായം ചെയ്യുന്നു എന്നതുപോലെ തന്നെ ഒരു ക്രിസ്തീയ ലോഹയിട്ട് കൊണ്ട് ഈ നമ്മൾ പറയുന്നുണ്ടല്ലോ, ലോഹയിട്ട് തമ്മാടിത്തരം ചെയ്യുന്ന അച്ഛന്മാരുണ്ട്. അതോടൊപ്പം തന്നെ ഇയാൾ അതുപോലെ തന്നെ ഈ കാവി ഉടുത്തുകൊണ്ട് ഒരിക്കലും മനുഷ്യത്വ വിരുദ്ധമായും ദൈവവിരുദ്ധമായുമുള്ള വാക്കുകളല്ലാതെ ഇയാളുടെ വായിൽ നിന്ന് ഈ വയോധികനായിട്ട് പോലും അയാൾക്ക് പുറത്തു വരുന്നില്ല എന്ന് പറയുമ്പോൾ അയാൾ ഏതു മതവിശ്വാസിയായാലും 10-75-80 വയസ്സായ അയാൾ ദൈവവിചാരവുമായി മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തി സമൂഹത്തിൽ ഇത്രയേറെ കുഴപ്പമുണ്ടാക്കി വിദ്വേഷത്തിൻ്റെ വിത്തുകൾ വിതപ്പിച്ച് നോക്കൂ, കഴിഞ്ഞു പോയ കടപ്പാട് മുഴുവൻ മറന്നുകൊണ്ട് ഇയാൾ ഈ പ്രവർത്തിക്കുന്നു. ആലോചിച്ച് നോക്കൂ, ഭരണകൂടമാവട്ടെ ഇത്തരത്തിലുള്ള മീഡിയകൾക്കെതിരെ യൂട്യൂബ് ചാനലുകൾക്കെതിരെ നിലപാടുകളും നടപടികളും എടുക്കാതെ വെറും എന്താ പറയുക നരസിംഹറാവു പള്ളി പൊളിച്ചപ്പോൾ സംഭവിച്ച അതേ നിഷ്ക്രിയാവസ്ഥ ഈ സതീശൻ ഭരണകൂടവും തുടരുന്നു എന്ന സങ്കടമാണ് പങ്കുവെക്കാനുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്ക് നന്ദി.